നമസ്കാരം. രുദ്രാക്ഷ ധാരണ വിധി. ഒരുപാട് പേരിൽ സംശയമുണ്ട്. രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് ഞാൻ ഇന്നത് ചെയ്യാമോ, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ പലതരത്തിൽ കൺഫ്യൂഷനുണ്ട്. ദേശകാലം അനുസരിച്ച് അവരവർക്ക് അവരവരുടെ ഗുരു പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഉചിതം. ഇവിടെ പൊതുവായി രുദ്രാക്ഷ ജാബാല ഉപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്തുണ്ട്. ഏവരും ഗൂഗിൾ ചെയ്യുക. അങ്ങനെയെങ്കിലും ഇതെല്ലാം ഒന്ന് വായിക്കുവാനായിട്ടൊരു പ്രേരണ ഉണ്ടാകട്ടെ. രുദ്രാക്ഷ ജാബാല ഉപനിഷത്ത് അത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിൽ രുദ്രാക്ഷം ധരിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇത്ര മുഖമുണ്ട്, ഇങ്ങനെ ഉള്ള മുഖം ധരിച്ചു കഴിഞ്ഞാൽ ഇന്ന ഫലം എന്നൊക്കെ എല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സാമാന്യമായിട്ടും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ശിവസ്യ നേത്രയോർ ജാത രുദ്രാക്ഷ ഇതി കീർത്തിത. അപ്പോൾ രുദ്രൻ്റെ നേത്രങ്ങളിൽ നിന്ന് രുദ്രാക്ഷം ഏവർക്കും അറിയാം, അത് പ്രസിദ്ധമാണ്, അതൊന്നും കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ ഭക്തിയോടുകൂടി രുദ്രാക്ഷം ധരിച്ചു കഴിഞ്ഞാൽ സർവ പാപങ്ങളും ശമിക്കും, നീങ്ങും എന്നുള്ളതാണ്. ശിവനിലേക്കുള്ള ചിന്ത കൂടിക്കൂടി വരും എന്നുള്ളതാണ്. അങ്ങനെ 1 മുതൽ 14 മുഖങ്ങൾ വരെയുള്ള രുദ്രാക്ഷമുണ്ട്. ഏകമുഖി ഏവർക്കും അറിയാം, ദ്വിമുഖി എന്നിങ്ങനെ 3, 4, 5 എന്നിങ്ങനെയുണ്ട്. ഒരുപാട് രുദ്രാക്ഷം. പൊതുവെ ഏവർക്കും ധരിക്കാൻ പറ്റുന്ന ഒരു രുദ്രാക്ഷം 5 മുഖി രുദ്രാക്ഷം. 5 മുഖമാണ്. അങ്ങനെ അത് കാലാഗ്നി രുദ്രൻ എന്ന് തന്നെയാണ്. ശിവൻ്റെ 5 മുഖങ്ങളെയും പ്രതിനിധീകരിക്കുന്നു എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ പൊതുവെ ഏവർക്കും ധരിക്കുവാൻ പറ്റുന്നത്, ഇല്ലെങ്കിൽ ധരിക്കാം എന്നുള്ളത് 5 മുഖ രുദ്രാക്ഷം. ഈ 5 മുഖ രുദ്രാക്ഷം മാലയായിട്ട് ധരിക്കാം. ഇനി മാലയിൽ എത്ര മണി വേണം എന്നുള്ള ഒരു സംശയമുണ്ട്. അപ്പോൾ അവരവരുടെ നീളം 108 രുദ്രാക്ഷം. ഇനി വലിയ രുദ്രാക്ഷമാണെങ്കിൽ അത് 108 ധരിക്കുമ്പോൾ വളരെ വലിയ മാലയാകും. അതിനെ ഇനി ആ മാലയെ ചെറുതാക്കി 2ആക്കി ധരിക്കേണ്ടി വരും. 108 സാധിക്കാത്തവർ 54 ധരിക്കാം, 32 ധരിക്കാം എന്നിങ്ങനെ കണക്കുണ്ട്. അവരവരുടെ ആചാര്യ ഉപദേശപ്രകാരം ധരിക്കുക. ഇനി വളരെ ഏറെ ഏവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, രുദ്രാക്ഷം ധരിച്ചു എന്നതുകൊണ്ട് അതിലേക്കുള്ള ചിന്തയില്ലെങ്കിൽ, ധർമ്മബോധമില്ലെങ്കിൽ, അതുകൊണ്ട് നാം ധരിച്ച ശേഷം ചെയ്യേണ്ട പ്രവൃത്തി നാമജപം മുതലായവ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉദ്ദേശിച്ച ഫലം ലഭിക്കില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ വീക്ഷണമാണ്. രുദ്രാക്ഷമാല കഴുത്തിൽ കിടപ്പുണ്ട്, നാം രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, രുദ്രാക്ഷമാല ധരിച്ചുകൊണ്ട് നാമജപം ചെയ്യുന്നു, അതിനുശേഷം അത് ഊരി മാറ്റി വയ്ക്കുകയാണ്. തീർച്ചയായിട്ടും ഫലമുണ്ട്. കാരണം മനസ്സിന് തൃപ്തി നൽകി ശിവനിലേക്ക് മനസ്സ് ചലിക്കുകയാണ്, ആത്മബോധം ഉണരുകയാണ്, ഭാവനയാണ് എന്നിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ രുദ്രാക്ഷം ഏവർക്കും ധരിക്കുന്ന ഒരു രീതി പറഞ്ഞു തരാം. രാവിലെ കുളിച്ച ശേഷം നാമജപത്തിന് മുന്നേ രുദ്രാക്ഷമാല ധരിക്കുക. നാമജപം കഴിഞ്ഞ ശേഷം രുദ്രാക്ഷമാല ഊരി വയ്ക്കുക. മനസ്സിന് ഒരു തരത്തിലുള്ള ചഞ്ചലവും ഉണ്ടാകില്ല. ഇത് തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. വൈകിട്ട് അതുപോലെ ഓഫീസിൽ നിന്ന് വരുന്നു, ജോലി കഴിഞ്ഞ് വരുന്നു, എന്താണോ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വന്ന ശേഷം വൈകിട്ട് കൈയും കാലും മുഖവും കഴുകുന്നു, ഇല്ലെങ്കിൽ കുളിക്കുന്നു. അതിനുശേഷം വീണ്ടും ഭസ്മം ധരിച്ച ശേഷം രുദ്രാക്ഷമാല ധരിച്ചുകൊണ്ട് ജപിക്കുന്നു. ജപത്തിന് ശേഷം രുദ്രാക്ഷമാല ഊരി മാറ്റി വയ്ക്കുക. ഒരു തരത്തിലും മനസ്സിന് ചാഞ്ചല്യം വരില്ല. കാരണം രുദ്രാക്ഷമാല ധരിക്കുമ്പോൾ ആത്മീയ ഉന്നതിയാണ് നാം കാക്ഷിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. ആത്മീയ ഉന്നതിയിലേക്ക് നീങ്ങുകയാണ്, ആധ്യാത്മിക ചിന്ത വളരുകയാണ്. അങ്ങനെ നമ്മുടെ ശീലത്തിൽ ഒരുപാട് ഈ ആഹാരങ്ങളെല്ലാം തന്നെ, ആഹാര ക്രമീകരണം പറഞ്ഞിട്ടുണ്ട്, മത്സ്യമാംസാഹാരാദികളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞതല്ല, ഏവർക്കും റെഫർ ചെയ്യാം. രുദ്രാക്ഷ ജാബാല ഉപനിഷത്ത് റെഫർ ചെയ്ത് മനസ്സിലാക്കുക. അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയുണ്ട്. ആയതിനാൽ സാധാരണക്കാർ 5 മുഖ രുദ്രാക്ഷം അതുകൊണ്ടൊരു മാല ഉണ്ടാക്കുക.
സാധിക്കുന്ന രീതിയിൽ സാധിക്കുന്ന രുദ്രാക്ഷങ്ങൾ വെച്ചുകൊണ്ട് അത് വെള്ളിയിലും ഉണ്ടാക്കാം, സ്വർണത്തിലും ഉണ്ടാക്കാം. ഇനി വെറും നൂലിൽ പോലും ചരടിലും കോർത്ത് ധരിക്കാവുന്നതാണ്. ആ ധാരണം ചെയ്യുമ്പോൾ കുളിച്ച് വൃത്തിയായി ശുദ്ധിയായ ശേഷം ധരിച്ചുകൊണ്ട് നാമജപം അത് മസ്റ്റാണ്. അതാണ് അതിൻ്റെ ലക്ഷ്യം. അതിനുശേഷം മാല ഊരി വയ്ക്കുക. ഒരു ദോഷവും ആർക്കും ഒരു തരത്തിലും വരുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.